Al-Huda Solutions presents Shahrul Ramadan in association with Sulphur Chemicals, brought to you by Naseem Al Rabi Medical Center, Doha, Qatar, Rawabi Group of Companies, Doha, Argan Global, Al Zaman Exchange, Elite Express Cargo, Ecofresh Hygiene, Focus Medical Center, Sulphur Cleaning and Hospitality, Doha. Best compliments from GulfMalayali.com, GShoppy.com, QWebTV.com, Malayalam Today Magazine. Malayalam Today Magazine ഇപ്പോൾ ഖത്തറിലും ലഭിക്കുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റമദാൻ കരീം. ഷെഹ്റു റമദാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? പാപമോചനത്തിന്റെ പത്തായ ഈ രണ്ടാം പകുതിയിൽ റംസാൻ സന്ദേശവുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പ്രമുഖ യുവ പണ്ഡിതനായ അഹമ്മദ് കബീർ ബക്കവിയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ മൻ ഇസ്തഫാ അമ്മാ ബഅദ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിലെ ദിനരാത്രങ്ങളിൽ ഹൃദയശുദ്ധി വന്ന് സ്വർഗത്തിലെത്തിയ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഓരോ കർമ്മങ്ങൾക്കും വളരെ ബലവത്തായ തത്വങ്ങൾ വിശുദ്ധമായ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രധാന ഭാഗമായ റമളാനിൻ്റെ ലക്ഷ്യങ്ങളെ ഖുർആൻ പ്രതിപാദിപ്പിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ഉപവാസത്തിന് ഞാൻ നിർബന്ധമാക്കിയത് നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നഭോഗാദികളോട് വിട പറയുന്നത് കേവലം ഒരു ആരാധനയുടെ ഭാഗം എന്നതിനപ്പുറം മനുഷ്യഹൃദയത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ഉപാധിയാണ് വിശുദ്ധമായ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പുകാരനായിരിക്കാൻ നിങ്ങൾ നിർബന്ധിതമായി ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിന് സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ്യം രചിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വാഷാറ ഇലാ സദ്രിഹി, തൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി ഒരു മനുഷ്യൻ്റെ തഖ്വ ഇവിടെയാണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്തു കൊടുത്തു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യമല്ല, 30 ദിവസത്തെ പട്ടിണിയിലൂടെ സ്വന്തം ഹൃദയത്തിന് സൗന്ദര്യം കൂട്ടുന്നവനാണ് നാളെ സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുക. അവനവൻ്റെ ഹൃദയങ്ങൾക്ക് സൗന്ദര്യമില്ലാതെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മാത്രം സൗന്ദര്യത്തിൽ കേന്ദ്രീകരിച്ചതാണ് ഇന്ന് ഭൂമിയിലെ എല്ലാ തിന്മകളുടെയും കാരണം. മനുഷ്യ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ പൂർവാധികം ശക്തിയാക്കാൻ കഴിയുന്ന ധാരാളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ആരും കാണാത്ത, നെഞ്ചിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന, ഒരു മനുഷ്യൻ്റെ ആർക്കും കാണാൻ കഴിയാത്ത ഹൃദയമെന്ന അവയവത്തെ സൗന്ദര്യപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇന്ന് ലോകത്ത് ലഭ്യമല്ല. അതിന് പരിഹാരമായി ഹൃദയം നന്നാകാൻ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കറ പുരളുകയും ആ കറ കാരണത്താൽ അവൻ ക്രൂരനായി മാറുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പണ്ടുകാലം മുതലേ നമ്മുടെ ഭാരതത്തിലെ മാമുനികളൊക്കെ മലകളുടെ ഇടയിൽ പോയി മരച്ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ചതും ഉപവാസമനുഷ്ഠിച്ചതും തങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഉപസമീപേ വാസമാണ് ഉപവാസം. അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ സാമീപ്യമാണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കാരണത്താൽ സംഭവിച്ചു പോയ കറകളെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തെ പകലിനേക്കാൾ വെളിച്ചമുള്ളതാക്കി, മാനത്തേക്കാൾ വിശാലമാക്കി, ഭൂമിയേക്കാൾ ക്ഷമയുള്ളതാക്കി മാറ്റി 30 ദിവസം കൊണ്ട് തൻ്റെ ഹൃദയത്തെ പടച്ച തമ്പുരാൻ വസിക്കുന്ന സ്ഥലമായ തൻ്റെ ഹൃദയം, അള്ളാഹു വസിക്കുന്നത് ആകാശഭൂമികളുടെ ഇടയിലല്ല, അള്ളാഹു വസിക്കുന്നത് വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തി തന്നു. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അൻസാബിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് വിശുദ്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ അധ്യാപനങ്ങളാണ്. വിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ 10 പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള 10ആണ്. ഈ വിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ 10-ൽ നാം ജീവിതത്തിൻ്റെ ഗതകാല ജീവിതങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ അപരാധങ്ങളും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കരളുരുകി പറഞ്ഞ് ആ മുഖത്തുകൂടി ചാലിട്ടൊഴുകുന്ന കണ്ണുനീരുകൾ
ഹൃദയത്തിലൂടെ വന്ന് കണ്ണുനീരുകൾ കൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കി പാപങ്ങൾ പൊറുക്കപ്പെട്ട് നാളെ സ്വർഗ കവാടമായ റയ്യാനിലെത്താൻ കഴിയുന്ന സൗഭാഗ്യശാലികളായി തീരാൻ നമ്മുടെ ഈ ദിനരാത്രങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയങ്ങൾ ശുദ്ധമുള്ളതാക്കി നാളെ മുത്തക്കീങ്ങളുടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേരാൻ ഈ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനം നമുക്കെല്ലാവർക്കും ഒരു ഉപദേശമായി തീരുമാറാകട്ടെ എന്ന ദുആയോടുകൂടി റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ ഊഷ്മളമായ റമളാൻ ആശംസകൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. May this Ramadan be a month of blessings, a month of forgiveness, and a month of happiness to each one of you. On behalf of the DPS family, on behalf of myself and my family, we wish each one of you a very happy Ramadan. I wish all my students and everyone connected with DPS a very happy Ramadan. Summer sensation. Sale up to 50% off on garments. Hurry! Incredible sale. Offer valid 9th August. Mars, the Royal Department Store, Shafi Road, New Rayan. Grand Hypermarket Khartiyat. Al Rawabi Food Center, Al Rayan and Al Wakra. A part of Al Rawabi Group of Companies, Doha, Qatar. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. Sulphur Chemicals WLL Doha, Qatar. Our services: chemical trading, chemical import and export, customs clearance, chemical and non-chemical storage, packing and moving solutions, civil and environmental approved warehousing, normal and open yard storage, civil and environmental documentation works. Sulphur Chemical WLL, your chemical logistic partner, Doha, Qatar. Telephone 44664187. Dubai office, Sulphur International General Trading LLC, Dera, Dubai. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. ഷഹർ റമദാൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അൽസമാൻ എക്സ്ചേഞ്ചിൻ്റെ റമദാൻ ആശംസകൾ. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ണൂർ ഷെരീഫിനെയാണ്. കണ്ണൂർ ഷെരീഫ് ഷെറു റമദാന് വേണ്ടി പാടിയ ഒരു പാട്ടാവാം ഇനി നമുക്ക്. കാരക്കത്തോട്ടത്തിലെ സൗമിൻ്റെ ഓർമ്മകളെ, മതിലെങ്കും നിശലുകളെ, ഖത്തർ പ്രവാസികളെ. കാരക്കത്തോട്ടത്തിലെ സൗമിൻ്റെ ഓർമ്മകളെ, മതിലെങ്കും നിശലുകളെ, ഖത്തർ പ്രവാസികളെ.
അത്താഴ പട്ടിണിയിൽ ഉള്ളോരും ഏറെയുണ്ട്. സ്വത്തും സമ്പാദ്യമെല്ലാം വിറ്റ് തുലച്ചോരുണ്ട്. സഹനം നിറഞ്ഞവരെ ഖത്തർ പ്രവാസികളെ, കാരക്കത്തോട്ടത്തിലെ സൗമിന്റെ ഓർമ്മകളെ, മതിലങ്കും മിശലുകളെ, ഖത്തർ പ്രവാസികളെ. റമലാന്റെ പോരിശയിൽ പുണ്യങ്ങൾ കൊയ്യാനായി കാരുണ്യ കയ്യാലേ കണ്ണീർ തുടച്ചവരെ, ചുറ്റോട് ചുറ്റിലെന്നും വെട്ടം നിറച്ചവരെ, കാരക്കത്തോട്ടത്തിലെ സൗമിന്റെ ഓർമ്മകളെ, മതിലങ്കും മിശലുകളെ, ഖത്തർ പ്രവാസികളെ. കാരക്കത്തോട്ടത്തിലെ സൗമിന്റെ ഓർമ്മകളെ, മതിലങ്കും മിശലുകളെ, ഖത്തർ പ്രവാസികളെ. കാരക്കത്തോട്ടത്തിലെ സൗമിന്റെ ഓർമ്മകളെ, മതിലങ്കും മിശലുകളെ, ഖത്തർ പ്രവാസികളെ. Al Raza Solutions presents Shahrul Ramadan in association with Sulfur Chemicals, brought to you by Nazim Al Rabi Medical Center, Doha, Qatar, Rawabi Group of Companies, Doha, Argan Global, Al Zaman Exchange, Elite Express Cargo, Eco Fresh Hygiene, Focus Medical Center, Sulfur Cleaning and Hospitality, Doha. Best compliments from GulfMalayali.com, GShopee.com, QWebTV.com, Malayalam Today Magazine. Malayalam Today Magazine ഇപ്പോൾ ഖത്തറിലും ലഭിക്കുന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജിദ്ദയിലെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് ബദർ അൽ തമാം പോളിക്ലിനിക്. ബദർ അൽ തമാം പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയാ. അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിനും ജനങ്ങൾക്കുമൊപ്പം. ജിദ്ദയിലെ ഷിഫ ജിദ്ദ പോളിക്ലിനിക് ആണെങ്കിൽ പ്രസവമെന്നല്ല, ഇനി ഒരാരോഗ്യ പ്രശ്നങ്ങൾക്കും പേടി വേണ്ടേ വേണ്ട. ഈ വിശ്വാസം ഞങ്ങൾ കാക്കുന്നു സുരക്ഷയോടെ. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഫോൺ 6533-636, ഫാക്സ് 6512-888. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, ഫിസിയോതെറാപ്പി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. വ്രതാനുഷ്ഠാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പുണ്യമാസമായ റമദാനിൽ എല്ലാ മുസ്ലിം സഹോദരീ സഹോദരന്മാർക്കും എൻ്റെയും എക്കോ ഫ്രഷിൻ്റെയും റംസാൻ ആശംസകൾ.
സഫർ നോമ്പെടുത്ത് ശരിക്കും ക്ഷീണിച്ചോ? ക്ഷീണമൊന്നുമില്ല, പക്ഷേ ഈ റമദാൻ മാസം നമ്മുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന് പറ്റിയ സമയമാണ്. എനിക്ക് തോന്നുന്നു ആരോഗ്യമുള്ളവർക്ക് നോമ്പ് ഒരു ക്ഷീണമല്ല, മറിച്ച് അതൊരു ഗുണമാണ്. പക്ഷെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് നോമ്പ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? രോഗികൾക്ക് അവർക്ക് എപ്പോഴാണ് ആരോഗ്യമുള്ളത് ആ സമയത്ത് ഒരു നോമ്പെടുത്ത് വീട്ടിയാൽ മതി. എന്നാൽ ഈ നോമ്പെടുക്കുന്ന രോഗികൾ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നസീം അൽ റബീഹ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മനോജ് ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. എല്ലാവർക്കും റംസാൻ ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ വിഷയം റംസാൻ നോയമ്പും അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ പ്രിക്കോഷൻസും. നോയമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരു മാസം അനുഷ്ഠിക്കുന്ന ഒരു നല്ലൊരു റിലീജിയസ് പ്രാക്ടീസാണ്. അതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്പിരിച്വൽ ബെനിഫിറ്റ്സും ഉണ്ട്, ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സും ഉണ്ട്. ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലി ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിൽ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ അത് നാച്ചുറലി താഴും. പിന്നെ കൊളസ്ട്രോൾ അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ലെവൽസും കുറയ്ക്കാൻ പറ്റും. പക്ഷേ ചില ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസ് എന്തെങ്കിലും തലചുറ്റിലോ അല്ലെങ്കിൽ ക്ഷീണമോ തോന്നിക്കഴിഞ്ഞാൽ അടുത്തുള്ള മെഡിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ അവരെ ഡോക്ടറെ വന്ന് മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസും കാർഡിയാക് പേഷ്യൻസും ചില പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യമുണ്ട്. ഈ നോയമ്പ് കാലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് വളരെ കൂടുതലായിരിക്കും. അത് ചില പ്രിക്കോഷൻസ് എടുക്കണം. ഡയറ്റിലെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നോയമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. നോയമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ഓയിലി ഫുഡ്സ് അങ്ങനെ ഫാറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നത് മാത്രമല്ല ആസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും എന്ന് പറഞ്ഞ ചില കണ്ടീഷൻ, നെഞ്ചരിച്ചിൽ, ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മധുരം കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്, അങ്ങനെ ഏമ്പക്കം, ഇങ്ങനത്തെ അസുഖങ്ങൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. അതുപോലെ തന്നെ ഓയിലി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഫാസ്റ്റ് ഫുഡ്സ് അതുപോലെ ഫ്രൈഡ് ഫുഡ്സ് ഇങ്ങനത്തെ ഉള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം. അല്ലാതെ പക്ഷം കൊളസ്ട്രോളും കൂടും, വെയിറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂസ്. ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം നോയമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ അതിൻ്റെ ഒരു അളവുണ്ട്. ആ അളവ് ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. അതുപോലെ തന്നെ നോയമ്പ് കാലത്ത് അവരുടെ പീരിയോഡിക്കലായിട്ട് അവർ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ തലചുറ്റിൽ അങ്ങനത്തെ വിറവിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ മുമ്പ് ഡോക്ടറിനെ കണ്ട് ഇത് എവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫാസ്റ്റ് ചെയ്യാൻ. പിന്നെ കാർഡിയാക് പേഷ്യൻസ് അവർ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം അത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് ചെറിയ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫുഡാണ് കൂടുതൽ അഡ്വൈസബിൾ. ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫൈബ്രസ് ഫുഡ്സ്, ഇങ്ങനെയൊക്കെയാണ് കഴിക്കാൻ ഏറ്റവും നല്ല ബോഡിയിൽ ഗുണം ചെയ്യണം. അപ്പോൾ ഈ ഡ്യൂറിങ് ഫാസ്റ്റ് പീരീഡിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു 8 hour ഫാസ്റ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എക്സ്ട്രാ ഫാറ്റൊന്നും മസിലിൽ നിന്നുള്ള എനർജി ആയിരിക്കും കൺസ്യൂം ചെയ്യണം. ആ വഴി ഓവറോൾ ബോഡി ലോസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ കാലറീസ് എപ്പോഴും നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇല്ലെങ്കിൽ മന്ത് എൻഡ് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂടാൻ ചാൻസും ഉണ്ട്. പ്രിക്കോഷൻസ് അങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും.
അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിലും നസീം അൽ റബീ മെഡിക്കൽ സെൻ്ററിൻ്റെ പേരിലും എല്ലാവർക്കും റംസാൻ ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും സൾഫർ കെമിക്കൽസിൻ്റെ 1000 റമളാൻ ആശംസകൾ. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. നല്ല ഡോക്ടർ, മെഡിക്കൽ സെന്റർ, നല്ല മെഡിസിൻ. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ, ബിർള സ്കൂളിന് എതിർവശം, ദോഹ, ഖത്തർ. Summer sensation. Sale up to 50% off on garments. Hurry! Incredible sale. Offer valid 9th August. Mars, the Royal Department Store, Shafi Road, New Rayan. Grand Hypermarket Khartiyat. Al Rawabi Food Center, Al Rayan and Al Wakra. A part of Al Rawabi Group of Companies, Doha, Qatar. എത്ര വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയാ. അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിന് ജനങ്ങൾക്കുമൊപ്പം. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ജിദ്ദയിലെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് ബദർ അൽ തമാം പോളിക്ലിനിക്. ബദർ അൽ തമാം പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഈ ഗൾഫ് നാട്ടിലെ ഇഫ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുകൂടലിന്റെ വല്ലാത്തൊരു അനുഭവമാണല്ലേ സുജ? ശരിയാണ് സഫർ. ഓണവും വിഷുവും പോലെ പെരുന്നാളായാലും റംസാൻ ആയാലും മലയാളികൾക്ക്, പ്രത്യേകിച്ച് അന്യനാട്ടിൽ നിൽക്കുമ്പോൾ അത് നാടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. സഫർ, ഇവിടുത്തെ ഇഫ്താറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു സംഗമം കൂടിയാണ് ഈ ഇഫ്താർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ദോഹയിൽ വെച്ച് നടന്ന ചില ഇഫ്താർ സംഗമം കണ്ടാലോ? ഇഫ്താർ സംഗമങ്ങൾ ഗൾഫ് മലയാളിയുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നോമ്പനുഭവമാണ്. നാട്ടുകൂട്ടായ്മകൾ മുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഗൾഫ് ഘടകം, സംസ്ഥാന കമ്മിറ്റികൾ വരെ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. നോമ്പ് കാലമായാൽ ഗൾഫിലെ തെരുവോരങ്ങളിലും പള്ളിമുറ്റങ്ങളിലും ഇഫ്താർ തമ്പുകൾ ഉയർന്നു തുടങ്ങും. ഷെയ്ഖ് താനി ബിൻ അബ്ദുല്ലാഹ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് കേരള കൾച്ചറൽ സെൻ്ററുമായി സഹകരിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംഘടിപ്പിച്ച ഇഫ്താറിൽ 4000-ഓളം പേരാണ് പങ്കെടുത്തത്. ഖത്തറിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഇഫ്താറാണിത്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ
കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് നാട്ടിൽ നിന്നും അതിഥിയായി എത്തിയത്. അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണവും ഹൃദ്യമായിരുന്നു. KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി, പാലക്കാട് ജില്ലാ KMCC എന്നീ സംഘടനകൾ നടത്തിയ ഇഫ്താർ സംഗമങ്ങളും ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. കൂടിയിരുന്ന് നോമ്പ് തുറക്കുന്നതിലെ ആത്മസംതൃപ്തി ഇസ്ലാമിലെ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും അടയാളം കൂടിയാണ്. നാടിൻ്റെ നഷ്ടങ്ങളെ പ്രവാസി നികത്തുന്നത് ഇത്തരം സംഗമങ്ങളിലൂടെയാണ്. റമദാൻ വ്രതത്തിൻ്റെ പുണ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി റമദാൻ കരീം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർ ചാനലിൽ.